ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്ന വീഡിയോയുമായാണ്. ഈ കൊടും ചൂടിൽ നമ്മുടെ ശരീരം മുഴുവൻ തണുക്കുന്നതിന് വേണ്ടിയിട്ടും ദാഹം മാറി നല്ല ഉന്മേഷത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇന്ന് കാണിക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യം പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കുടിച്ചാൽ വീണ്ടും ചോദിച്ച് വാങ്ങി കുടിക്കും. ഇതുവരെ നിങ്ങൾ ഈ ചെറുപയർ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കാണില്ല. അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് ചെറുപയർ ചേർക്കാം. എന്നിട്ട് ഈ ചെറുപയർ നന്നായിട്ട് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെറുപയർ വറുക്കാൻ. പെട്ടെന്ന് വറന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും ചെറുപയർ നന്നായി വറുത്തെടുക്കണം. നന്നായിട്ട് വറന്ന് കിട്ടണം. നമ്മൾ ഇതിന് ശേഷം ഇത് വേവിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതുകൊണ്ട് നന്നായിട്ട് വറുക്കാം. അപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് വറുത്തെടുക്കാം. ചെറുപയർ ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ്. കൂടാതെ ഇതിൽ ധാരാളമായി പ്രോട്ടീൻ, നാരുകൾ, വിറ്റാമിനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുണ്ട്. ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇപ്പോൾ ഇതാ ചെറുപയർ നന്നായി വറന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് വറുത്തെടുത്തത്. നല്ല രീതിയിൽ തന്നെ വറന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വറന്ന് വരുമ്പോഴേക്കും നല്ലൊരു മണം വരും. ആ സമയം വരെ നമ്മളിത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോഴിതാ നമ്മൾ വറുത്തെടുത്ത ചെറുപയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരല്പം മാത്രം ചേർത്താൽ മതി. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ആദ്യം ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്തതിനെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. എങ്കിൽ ഇതുപോലെ ഡബിൾ നെറ്റുള്ള അരിപ്പ വെച്ചിട്ടും നമുക്ക് അരിച്ചെടുക്കാം. ഇതും വളരെ എളുപ്പത്തിൽ അരിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ എടുക്കൂലേ, അതേ രീതിയിലാണ് ഇത് അരിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഇത് വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ചപ്പോൾ 2 കപ്പാണ് വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതും ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യവും അരച്ചെടുത്തിട്ട് നമ്മളിതാ ഫിൽട്ടർ ചെയ്യാനായിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം. രണ്ടാമത് അരിച്ചതിന് ശേഷം ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇപ്പോഴിത് 3 പ്രാവശ്യം ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള ജ്യൂസാണിത്. ചെറുപയറും തേങ്ങാപ്പാലും ഏലക്കയും ചേർത്തിട്ട് നന്നായി അരച്ച് ഫിൽട്ടർ ചെയ്ത ജ്യൂസാണിത്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ജ്യൂസ് എടുക്കേണ്ടത്. ടോട്ടൽ നമ്മൾ 7 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പനം കൽക്കണ്ടും നിങ്ങൾക്ക് പൊടിച്ചതിലേക്ക് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ അലിയിച്ചിട്ട് ചേർക്കാവുന്നതാണ്. പനം കൽക്കണ്ട് അല്പം വെള്ളത്തിൽ അലിയിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. അല്ല എങ്കിൽ ഈ ശർക്കര ചേർക്കാം. നിങ്ങൾക്ക് കരിപ്പട്ടിയുടെ പൊടിയുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കട്ടയായ ശർക്കര ഉണ്ടെങ്കിൽ അല്പം വെള്ളത്തിൽ അലിയിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ചേർത്തത്. അടുത്തതായി ഞാനൊരു പാത്രത്തിലേക്ക് വീണ്ടും 1 പ്രാവശ്യം കൂടി അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ തരികളെല്ലാം ഉണ്ടെങ്കിൽ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടി അരിച്ചെടുക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴിത് നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ കിസ്മിസ്, പിന്നെ പിസ്ത ഇത്രയും കുതിർക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോട് ചേർത്തിട്ട് നമുക്ക് മിക്സി ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോഴിത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുമ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ നമ്മൾ തേങ്ങയും ചെറുപയറും അരച്ചില്ലേ, ആ സമയത്ത് നട്ട്സും കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരമൊക്കെ നല്ല പാകത്തിനുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അടുത്തതായി ഇതിലേക്ക് ചിയ സീഡ് ചേർക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് കുറച്ച് വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല തണുത്ത നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൊടും ചൂടിൽ ഇങ്ങനൊരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബും കൂടി ചേർത്തിട്ട് ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് സമ്മർ ഹെൽത്തി ഡ്രിങ്ക് ആയിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ചിയ സീഡും നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ്. കൂടാതെ ചിയ സീഡിന് പകരം നിങ്ങൾക്ക് ചവ്വരി വേവിച്ചിട്ടും ചേർക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ചവ്വരിയും നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചവ്വരി വേവിച്ചും ചേർക്കാവുന്നതാണ്. വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറും ചിയ സീഡും തേങ്ങയും നട്ട്സും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഈ ഹെൽത്തി ആയ ഡ്രിങ്ക് ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ വളരെ ഹെൽത്തിയുമാണ്. ഈ ചൂടിന് പറ്റിയ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. ചെറുപയർ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെറുപയർ വെച്ചിട്ട് ഈ ചൂടിന് പറ്റിയ ഹെൽത്തിയായ ഈ ഡ്രിങ്ക് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.